ആരണ ശിലകളിലൂടെ സംഗീതം ഒഴുകിയിറങ്ങുന്ന, കോലം വരയ്ക്കലുകളിലൂടെ ശ്രീത്വം പടികേറി വരുന്ന, നാമജപങ്ങളിലൂടെ സ്മൃതികളെ വാനിലേക്കുയർത്തുന്ന കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകോട്. ഇവിടെയാണ് വളരെ പ്രശസ്തമായ ഒരു ദൈവാലയം സ്ഥിതി ചെയ്യുന്നത്. അരപ്പള്ളി അഥവാ അരജപ്പള്ളി. അരജപ്പള്ളി അഥവാ രാജാവിന്റെ ദേവാലയം, റോയൽ ചർച്ച് എന്നാണ് പറയപ്പെടുന്നത്. നോക്കുക, കല്ലുകൊണ്ടാണ് മുഴുവൻ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. പഴയ കല്ലുകൾ കൊണ്ട് പണിത ഈ ദേവാലയത്തിന്റെ പുനരുദ്ധാരണം ഇപ്പോൾ നടക്കുകയാണ്. പഴയ കാലത്ത് നിർമ്മിതി, ഏതാണ്ട് AD 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത് ചെറിയ കിളിവാതിലുകൾ നമുക്ക് ദർശിക്കാനാകും. ആണ്ടവനെ തൊട്ട കൈകളാൽ കെട്ടപ്പെട്ട ദേവാലയം. ആണ്ടവൻ എന്നാൽ കർത്താവിനെ തൊട്ട തോമാശ്ലീഹയുടെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ്. ലോകത്തിൽ ഇന്ന് പുതുക്കിപ്പണിതിട്ടില്ലാത്ത ഏക പുരാതന ദേവാലയം. ഇവിടെ കൈവിളക്കുകൾ കല്ലിൽ തന്നെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. തോമാശ്ലീഹ കുത്തിവെച്ച കുരിശാണ് ഇവിടെ കാണുന്നത്. ഈ കുരിശിലൂടെയാണ് ഇത് ദേവാലയമാണെന്ന് പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞത് തന്നെ. വലിയ കൽത്തൂണുകൾ. ചെറിയ ദേവാലയമാണ്, അതിന്റെ പുനരുദ്ധാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കയറി ചെല്ലുമ്പോൾ കാണുന്ന കാണിക്ക വഞ്ചി പോലും കല്ലിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ചാർത്ത് പിൽക്കാലത്താണ് ഉണ്ടാക്കിയത്. ഈ കട്ടിളപ്പടിക്ക് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ചില രൂപങ്ങളും ലിഖിതങ്ങളും ഒക്കെ ഉണ്ട്. അത് പല്ലവ കാലത്ത് ഉണ്ടായ രാജമുദ്രകളാണെന്നാണ് ചരിത്ര പഠിതാക്കൾ പറയുന്നത്. അത്രമാത്രം ചരിത്രവുമായും രാജ്യവുമായും സംസ്കാരവുമായും ഈ ദേവാലയം ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന കാലത്തെ ഒരു കിണറാണ് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് വിശ്വാസികൾ പണമിടുന്നത് കാരണം അതിന്റെ ഒരു ഭാഗം നെറ്റ് കൊണ്ട് അടച്ചു വച്ചിരിക്കുകയാണ്. ഇതിന്റെ കപ്പിയും കയറുമൊക്കെ പുരാതനമായ രീതിയിൽ തന്നെ ഇന്നും കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. ദേവാലയത്തിലും പരിസരത്തിലും ഉണ്ടായിരുന്ന പഴയ സാധനങ്ങളൊക്കെ അവിടെയായി ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചരിത്രപരമായ പല അവശേഷിപ്പുകളും ദേവാലയത്തിലും പരിസരത്തിലും സൂക്ഷിച്ചിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയുടേതാണ് പള്ളിയെങ്കിലും പെരുന്നാൾ ദിനങ്ങളിൽ വിവിധ എപ്പിസ്കോപ്പൽ സഭകളിലെ വൈദിക ശ്രേഷ്ഠർ ചാപ്പലിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്. തദ്ദേശീയരായ ആളുകൾക്ക് വളരെ വിശ്വാസമുള്ള ഒരു പള്ളിയാണിത്. ഇതിന്റെ മട്ടുപ്പാവിൽ സന്യാസി ശ്രേഷ്ഠന്മാർ ധ്യാനാത്മകമായി തപസ്സിരിക്കാറുണ്ടായിരുന്നു.